തലമുടി പോലും പറക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പം വായ്ക്കുള്ളിൽ തുണി തിരികെ പുറത്തേക്ക് ശബ്ദം കേൾക്കരുത് എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറയുന്ന സമയത്ത് പ്രഷർ ഹെഡേക്ക് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും കാലും കൈ വിട്ട് അടിച്ചൊക്കെയാണ് കരയാറുള്ളത്. ചെയ്ത ബിസിനസ് മൊത്തം തകരാറിലായ സമയത്ത് ഞാൻ ചിന്തിക്കാം എനിക്ക് ബിസിനസ് വഴങ്ങില്ല, നിർത്താമെന്ന്. ഒരാളുടെ സക്സസ് എന്ന് പറയുന്നത് അയാളുടെ ബാങ്ക് ബാലൻസോ പ്രശസ്തിയോ ഒന്നും തന്നെയല്ല. കടന്നു വന്ന പ്രതിസന്ധികളെ അദ്ദേഹം എങ്ങനെ നേരിട്ടു എന്നുള്ളതിനെയാണ് സക്സസ് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ബിന്ദു കൃഷ്ണൻ. ചെങ്ങന്നൂരിനടുത്തുള്ള ചെറിയ ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. ഇപ്പം ഏകദേശം 4 വർഷമായി എറണാകുളത്ത് BK ഹെർബൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഹെർബൽ പ്രൊഡക്ട്സിൻ്റെ സ്ഥാപനം നടത്തുന്നു. കോസ്മെറ്റിക്സ് ഉണ്ട്, ബേബി ഫുഡ് ഉണ്ട്, അങ്ങനെ 80ഓളം ഐറ്റംസാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചെറുപ്പത്തിലെ ചെറിയ കാര്യത്തിന് പോലും വളരെയധികം സങ്കടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരാൾ തുറച്ചു നോക്കിയാൽ തന്നെ കരയുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഒരു ഒറ്റ മോളായിട്ട് വളർന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ലാളനകളൊക്കെ ഏറ്റു വളർന്ന ഞാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ട് വന്നു. പേഴ്സണലി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടായത് കുഞ്ഞിലെ തന്നെയാണ്. ഒരു 10 വയസ്സ് വരെ ഞാൻ ഒറ്റ മോളായിട്ട് വളർന്നു. അതിനുശേഷം എനിക്കൊരു ബ്രദർ ഉണ്ടായി. ആ സമയത്ത് ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആ മോൻ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് എന്ന ഡിസീസ് മൂലം ഒരു ഓപ്പറേഷന് വിധേയമാകുകയും അതിനുശേഷം മരണപ്പെടുകയും ചെയ്തപ്പോൾ ദിവസങ്ങളോളം ഉറക്കമില്ലാത്ത അവസ്ഥയും ഒറ്റപ്പെട്ടു എന്നുള്ളൊരു തോന്നലും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടൊരു സമയമായിരുന്നു അത്. അതിനുശേഷം കുറേ നാളുകൾ ആ ഒരു വിഷമത്തിൽ പോയെങ്കിലും പിന്നീട് എപ്പോഴും നമ്മൾക്ക് ജീവിതത്തിലുള്ള ഒരേ ഒരു പ്രശ്നം, നമ്മൾക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഷെയർ ചെയ്യാൻ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും എന്നുള്ളതായിരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കിയായിരുന്നു. 10ാം ക്ലാസ് നല്ല ഏറ്റവും ടോപ്പ് മാർക്കോടെ തന്നെ പാസ്സായി. ഈ സമയത്തെല്ലാം ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം എന്നൊരു വലിയ വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ പഠിത്തം മീൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാത്ത സമയത്ത് രാത്രിയിൽ ബേസിനകത്ത് വെള്ളം വെച്ച് കാല് വെച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ടേ കിടന്ന് ഉറങ്ങുള്ളായിരുന്നു. ക്ലാസ്സിൽ ഫസ്റ്റ് വേണം എന്ന അത്രയ്ക്ക് ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ പഠിച്ച എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്ക് വാങ്ങിയാണ് ജയിച്ചത്, ടോപ്പ് മാർക്ക് വാങ്ങിയാണ് ജയിച്ചത്. 10th ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടി. ആ സമയത്ത് തന്നെ എനിക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിങ് ആണ് കുറേ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ. ആ ഏരിയയിലെ ഏറ്റവും ടോപ്പ് മാർക്ക് ഞാനായതുകൊണ്ട് കുറേ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ കിട്ടി. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള ജേർണിയിൽ എനിക്കത് വളരെ സഹായമായി. ഓരോ ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും ഈ ഒരു ചെറിയ ജോലി എന്ന നിലയിലും എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രേരണയുമായിരുന്നു അത്. അതുപോലെ കിട്ടുന്ന അവധി സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിരുന്നു. ഏത് ഹോളിഡേയ്സ് വന്നാലും ഞാൻ എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുമായിരുന്നു. അന്ന് തയ്യൽ ഓരോ അവധിക്കാലത്തും പോയി തയ്യൽ പഠിക്കും. അപ്പോൾ എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ കല്യാണത്തിന് ഞാൻ തന്നെ തയ്ക്കുന്ന ഡ്രസ്സ് ഇടണം. ഞാനത് സാധ്യമാക്കി. പിന്നെ ഓരോരോ കാര്യങ്ങൾ, ചെറിയ ചെറിയ കൈത്തൊഴിലുകൾ. ഇപ്പോൾ ഒരു ചെരുപ്പ് തയ്ക്കാൻ പോവുകയാണെങ്കിൽ അവിടെ നിന്നിട്ട് അതെങ്ങനെയാണ് തയ്ക്കുന്നത്, തിരിച്ചു വരുമ്പോൾ അതിനുള്ള സൂചി അതിനുള്ള നൂല് വാങ്ങിക്കൊണ്ടുവരും. കാരണം ഞാൻ എപ്പോഴും ചിന്തിച്ചു ഏതൊരു പ്രതിസന്ധിയിലും നമുക്ക് നേരിടാൻ നമ്മൾ എന്തെങ്കിലും കൈത്തൊഴിലുകൾ പഠിക്കണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ ഡിഗ്രി PGDCA അതിനിടയ്ക്ക് വിദേശത്ത് പോകണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ XYZ കോഴ്സ് പഠിച്ചു. അങ്ങനെ ഓരോരോ കോഴ്സുകൾ പഠിച്ചു. അതിനുശേഷം എൻ്റെ കല്യാണം നടന്ന് ഞാൻ വടക്കേന്ത്യയിലേക്ക് പോന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും ഒരുപാട് എക്സ്പോർട്ടിംഗ് കമ്പനികളിൽ ജോലിക്ക് കയറുന്നു. ഈ ജോലിക്ക് കയറിയിട്ട് വൈകുന്നേരമുള്ള സമയങ്ങളിൽ ട്യൂഷൻ പഠിപ്പിക്കാനും അതിനിടയ്ക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സ്, അങ്ങനെ ഓരോരോ കോഴ്സുകൾ പഠിക്കാൻ, സോഫ്റ്റ് ടോയ്സ്. അപ്പം നമുക്ക് ഫിനാൻഷ്യലി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഞാൻ അങ്ങനെയാണത് ഹാൻഡിൽ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അതെനിക്ക് ജീവിതത്തിൻ്റെ പല സമയത്തും ഉപകാരപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ അടിക്കടി വീണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നു. ഇമോഷണലി എന്നെ ഏറ്റവും ബാധിച്ചൊരു സംഭവമാണ് എൻ്റെ അമ്മയുടെ മരണം. അതായത് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരുന്നു എൻ്റെ അമ്മ. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുവാൻ, എങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റിയിരുന്നില്ല. അമ്മ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട്. എങ്കിലും എനിക്ക് പ്രയാസമുള്ള സമയത്ത് ഞാൻ വടക്കേന്ത്യയിൽ ഇരുന്ന സമയത്തും അമ്മയെ വിളിക്കും, സംസാരിക്കും. എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കുട്ടിയെ നോക്കാനായിട്ട്, ആ സമയത്ത് എൻ്റെ മൂത്ത മോളുണ്ട്, നോക്കാനായിട്ട് വന്ന് ഒരു 1.5 വർഷക്കാലം എൻ്റെ അടുത്ത് നിന്നു. തിരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്ക് അമ്മയൊന്ന് വീണ്ടും കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായില്ല. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു. രാത്രിയിൽ ഉറക്കത്തിൽ അറ്റാക്കായിട്ട് മരിക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഒരു 4 ദിവസം യാത്ര ചെയ്ത് ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ വയ്യാത്ത അവസ്ഥ. എനിക്കെപ്പോഴും എനിക്ക് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന മൈഗ്രെയിൻ എന്ന് ധരിച്ചിരുന്ന ക്ലസ്റ്റർ ഹെഡേക്ക്, ആ രോഗമുള്ള സമയത്ത് എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല, വെളിച്ചം കാണാൻ പറ്റില്ല, ഒരു ഇരുട്ട് മുറിയിലിരിക്കണം. അന്നേരം ഞാൻ ഫുഡ് കഴിക്കില്ല. അമ്മ വന്ന് ഉരുട്ടി, ആ സമയത്തും എനിക്ക് മുകളിലുള്ള സമയത്തും അമ്മ എനിക്ക് ഉരുട്ടി വായിൽ വെച്ച് തരുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഞാനിങ്ങനെ എൻ്റെ അമ്മേനെ വിട്ടുപോയി എന്ന് പറയുമ്പം എനിക്കാകെയുള്ള എൻ്റെ ബന്ധങ്ങൾ, എൻ്റെ അമ്മൂമ്മ, എൻ്റെ അമ്മാവൻ, പിന്നെ അച്ഛൻ ആ സമയത്ത് വിദേശത്തായിരുന്നുകൊണ്ട് കുഞ്ഞിലെ അത്ര അടുപ്പം അച്ഛനോടില്ല. അച്ഛൻ 2 വർഷത്തിൽ വരുമ്പോഴുള്ള ഒരു അടുപ്പം മാത്രമേ ഉള്ളൂ. അപ്പം അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇമോഷണലി വല്ലാത്തൊരു ഷോക്കിലായി. കുറേ ദിവസത്തോളം ഉറക്കമില്ലാണ്ടായി.
എനിക്ക് പിന്നെ അവസാനം കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഉറക്ക ഗുളികകൾ കഴിച്ചാൽ മാത്രമേ ഉറങ്ങാൻ പറ്റൂ എന്നൊരവസ്ഥയിലായി. ആ സമയത്തും എൻ്റെ ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുന്ന മൈഗ്രെയിൻ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ക്ലസ്റ്റർ ഹെഡേക്ക് കൂടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും കുറേ ദിവസങ്ങൾ വേണ്ടി വന്നു എനിക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഇങ്ങനെ വന്നിട്ടും ഒരു 10 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അമ്മാവൻ ഗുജറാത്തിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നു. അതിൽ നിന്ന് ഞാൻ കരകയറി വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് ഞാൻ എൻ്റെ ഇളയ മോളെ പ്രഗ്നൻ്റ് ആണ്. അതിൽ നിന്ന് കരകയറി വന്നില്ല. അതിന് 10 മാസമായപ്പോൾ എൻ്റെ അമ്മമ്മ മരിക്കുന്നു. ഈ 3 മരണം കൂടെ ആയപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള സമയമാണ്. എങ്കിലും എനിക്ക് തുറന്ന് പറയാൻ ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നുള്ളൊരവസ്ഥ എൻ്റെ ഈ ക്ലസ്റ്റർ ഹെഡേക്ക് വളരെയധികം കൂട്ടി. അങ്ങനെ കുറച്ച് നാൾ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വേദന കൂടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോയി 3-4 ഇഞ്ചക്ഷൻ ചെയ്യും. അവിടെ നിന്ന് തിരിച്ചു വരും. വീണ്ടും എനിക്ക് ജോലിയിലേക്ക് തന്നെ കയറേണ്ടി വരും. ചില സമയത്ത് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് നമ്മൾ ജോലിക്ക് അതുപോലുള്ള സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ്. ഇതെല്ലാം കാര്യമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം ക്ലിയറായി, ഫിനാൻഷ്യലി ഒക്കെ നല്ല സെറ്റിൽഡായി. ആ ഒരു സമയത്താണ് അച്ഛൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത്. എനിക്ക് അച്ഛൻ സുഖമില്ല, അച്ഛനെ ചികിത്സിപ്പിക്കണം. അങ്ങനെ അച്ഛനെ കൂടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ ചികിത്സയും എല്ലാം കഴിഞ്ഞ് അച്ഛൻ പറയുന്ന ഒരു ആവശ്യമാണ് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവണമെന്ന്. അച്ഛൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും ഇല്ലയെന്ന്. അങ്ങനെ നാട്ടിലേക്ക് വന്നു. അവിടെ തൊട്ടാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞ് അവിടെ ഒരു സമുദായ സംഘടനയുടെ ഭാഗമായിട്ട് ഒരു ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞും എനിക്ക് ട്യൂഷൻ ഒരുപാട് കിട്ടി. ഒരു 40 കുട്ടികളോളം ട്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ തിരിച്ചു വരുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം ഏത് കുട്ടികളെ പഠിപ്പിച്ചാലും അവർ നല്ല നിലയിലെത്തുന്നു. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ എനിക്ക് സ്റ്റുഡൻസിനെ കിട്ടി. ആ സമയത്ത് അതുകൊണ്ട് എനിക്ക് ഫിനാൻഷ്യലി വലിയ സ്ട്രഗിളൊന്നുമില്ല. ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ട്യൂഷൻ സെൻറ്റർ, ഞാൻ പഠിപ്പിച്ച ട്യൂഷൻ സെൻറ്ററിൽ തന്നെ എനിക്ക് ജോലി. എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനോടൊപ്പം അവർ വിളിച്ചു. അങ്ങനെ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമുദായ സംഘടനയുടെ ഭാഗമായി അതിൽ ജോയിൻ ചെയ്യേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് ജസ്റ്റ് ഒരു ലോൺ എല്ലാവരും കൂടെ ചേർന്ന് എടുക്കുന്നു. 20 പേര് ചേർന്നൊരു ലോൺ എടുക്കുന്നു. പക്ഷേ 20 പേരുടെ സൈൻ വേണം. 10 പേര് ചേർന്നൊരു തൊഴിൽ എന്ന നിലയിൽ ഒരു ബിസിനസ്സിലേക്ക് കയറി വരുന്നു. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എന്തൊക്കെയോ തെറ്റിദ്ധാരണയുടെ പേരിൽ എല്ലാവരും കൈയൊഴിയുന്നു. ഈ ഒരു ബിസിനസ് എനിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ആ സമയത്ത് ഞാൻ പ്രോഫിറ്റോ ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എല്ലാവരും നോക്കിയിരുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് ഓർത്ത് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി കുറേ കഴിയുമ്പോൾ മനസ്സിലാകുന്നു ആ ഒരു ഏരിയയിൽ അത് സക്സസ് ആവില്ല, നമ്മൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. 16,800 രൂപയോളം ലോണുണ്ട്. അപ്പം അതിനുവേണ്ടി കൂടുതൽ ജോലികൾ ഞാൻ ഏർപ്പെടുന്നു. വൈകുന്നേര സമയത്ത് ട്യൂഷന് പോകുന്നു, രാവിലെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നു, രാത്രി ഒരു 11:30 വരെയും വീട്ടിൽ പല ബാച്ചായിട്ട് ICSE, CBSE, കേരള സിലബസിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇത്രയും സ്ട്രഗിൾ എടുത്തതുകൊണ്ടാവാം ആ വർഷത്തിലുണ്ടായ ക്ലസ്റ്റർ ഹെഡേക്ക്. എല്ലാ വർഷവും ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യും. വേദന അതിതീവ്രമായി ഉണ്ടാകുന്ന സമയത്ത് അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി 1 മണിക്കൂറോളം അവിടെ കിടന്നിട്ട് 3-4 ഇഞ്ചക്ഷൻ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെയായിരുന്നു. ആ പ്രാവശ്യം ഇത്രയും സ്ട്രഗിൾ എല്ലാം ചെയ്തതുകൊണ്ടാവാം ഒരുപക്ഷെ എനിക്ക് ഇഞ്ചക്ഷൻ ഏൽക്കുന്നില്ല, മരുന്ന് ഒന്നും തന്നെ ഏൽക്കുന്നില്ല. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറയുന്നു ഇത് മൈഗ്രെയിൻ അല്ല എന്ന് കൺഫേം ചെയ്യുന്ന ടൈമാണത്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്നത് ഞാൻ ഇപ്പോൾ പറയുന്നെങ്കിലും അന്നത് മൈഗ്രെയിൻ എന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവർ പറയുന്നു ഓക്സിജൻ മാത്രമേ ഉള്ളൂ ഇതിനൊരു മാർഗം, ഒരു ഓക്സിജൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് 10 ലിറ്റർ/മിനിറ്റ് സ്പീഡിൽ നമ്മൾ തലയിലേക്ക് ഓക്സിജൻ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇത് കടത്തിവിടുന്ന സമയം മാത്രം നമുക്കൊരു റിലീഫ് കിട്ടുന്നു. ഓക്സിജൻ മാറ്റുമ്പോൾ വീണ്ടും നമ്മൾ വേദനയിലേക്ക് വരുന്നു. അങ്ങനെ ആ ഹോസ്പിറ്റലുകാർ പറയുന്നു നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറഞ്ഞ് അതിലും ഒരു ഇൻഡോ അമേരിക്കൻ ബൈക്കം ബ്രെയിൻ ആൻഡ് സ്പൈൻ സെൻ്ററിലേക്ക് വിടുന്നു. അവിടെ ഒരു മാസത്തോളം അവിടെ അഡ്മിറ്റായി. അവസാനം അവർക്ക് മനസ്സിലാവുന്നു ഇതിപ്പം അവിടെ കിടന്നു കഴിഞ്ഞാൽ അങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യും, വീട്ടിൽ ഓക്സിജൻ വാങ്ങിച്ചു വെക്കും, നിങ്ങൾക്ക് രോഗമുള്ള സമയത്ത് അത് ഉപയോഗിക്കുന്നു. അങ്ങനെ തിരിച്ചു ഒരു നാട്ടിൻ പുറത്തേക്ക് ഓക്സിജൻ കൊണ്ട് വണ്ടികൾ വരുന്നു, തിരിച്ചു പോകുന്നു. ആൾക്കാരെല്ലാം വന്ന് കരയും. ആൾക്കാരുടെ ചിന്ത അന്നത്തെ സമയത്ത് ഈ ഓക്സിജൻ വെക്കാന്ന് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഈ ആൾ മരിക്കാൻ പോവുകയാണ് എന്നൊരു ചിന്തയാണ്. ആ സമയത്ത് പഠിപ്പിക്കുന്ന കുട്ടികളിൽ എല്ലാവരും എൻ്റെ ട്യൂഷനെല്ലാം നിലച്ചു പോകുന്നു. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയില്ല, ഈ 1,00,000 പേരിൽ 16 പേർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രമായ വേദന എല്ലാവർക്കും അറിയായിരിക്കും. ആ ഒരു സമയത്ത് ഞാൻ അനുഭവിക്കുന്ന വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയുടെ ഒരു സൈഡിലേക്ക് വേദന വന്നതിന് ശേഷം നമ്മുടെ കണ്ണിന് വേദന, ചെവിക്ക് വേദന, തലമുടി പോലും പറക്കാൻ കഴിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പം വായ്ക്കുള്ളിൽ തുണി തിരികെ പുറത്തേക്ക് ശബ്ദം കേൾക്കരുത് എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടുണ്ട്. പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ 1-2 മണിക്കൂർ കിടന്നിട്ടുണ്ട്. പലതവണ അബോധാവസ്ഥയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിന് പറയുന്ന ഓമന പേര് സൂയിസൈഡൽ ഹെഡേക്ക് എന്നാണ്.
ഒരുപക്ഷെ ജീവിതത്തിലുണ്ടായ ഈ പ്രതിസന്ധികളൊക്കെ കൊണ്ടായിരിക്കും ഇതിങ്ങനെ ഒരു അസുഖത്തിലേക്ക് എത്തിയത്. അപ്പോൾ പല തവണയും നമ്മൾക്ക് തോന്നും ഈ വേദന സഹിക്കുന്നതിലും ഭേദം സൂയിസൈഡ് ചെയ്യുന്നതാണ്. അതിൽ നിന്ന് ഞാൻ വളരെ മനസാന്നിധ്യത്തോടെ പറ്റില്ല, 2 കുട്ടികളെ വളർത്തണം, നമുക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരുണ്ട് എന്നുള്ളതുകൊണ്ട് ജീവിക്കണം എന്നൊരൊറ്റ തോന്നലോടുകൂടി തന്നെ ഇങ്ങനെ സ്റ്റിറോയിഡ് സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു അസുഖം ദിവസം ഒരേ ടൈമിലാണ് വരുന്നത്. ഒരു ദിവസം 15 മിനിറ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ 30. അങ്ങനെ അവസാനം മണിക്കൂറുകളോളം ഇത് മാറാതെ നിന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് കടയിൽ പോകാനൊക്കത്തില്ല. അങ്ങനെ അവസാനം ബിസിനസ് തകരുകയാണ്. ബിസിനസ് തകരുന്നു, കടയിലേക്ക് വാങ്ങിച്ചിട്ട് പോയ സാധനങ്ങളുടെ പൈസ ആരും തരാതിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ ചെയ്യുന്നത്, ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ അടുത്ത് ചെയ്യാവുന്ന പരിപാടികൾ, മീൻസ് ഇത് നമുക്ക് എങ്ങനെ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ച് ഈ കടയിലുണ്ടായ ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാറ്റാനായിട്ട് ഒരു ദിവസം പ്രായമുള്ള കോഴിയെ വാങ്ങിച്ച് വളർത്തുന്നു, കാടയെ വാങ്ങിച്ച് വളർത്തുന്നു, അലങ്കാര കോഴികൾ, മത്സ്യങ്ങൾ, നെറ്റിപ്പട്ടത്തിൻ്റെ ഓർണമെൻ്റൽ നെറ്റിപ്പട്ടം ചെയ്യുന്നു, ഗ്ലാസ് പെയിൻറ്, അങ്ങനെ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് കടയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ ചെയ്യുന്നു. തിരിച്ചു വന്ന് വീട്ടിൽ ഇതുപോലെ മഷ്റൂം, അങ്ങനെ ഒരു 50ഓളം തൊഴിലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും എനിക്ക് ഫെയിലിയർ ആയിട്ടുള്ളത് എനിക്ക് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് എല്ലാ വർഷവും വരുമെന്നുള്ളതായിരുന്നു. അതിനുശേഷം എനിക്ക് ഇതിനോടൊപ്പം ഞാൻ കോസ്മെറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാം. ശേഷം ഒരു ബേക്കറി, സ്റ്റേഷനറി സ്റ്റാർട്ട് ചെയ്യുന്നു, ലോട്ടറി തൊട്ട് പച്ചക്കറി തൊട്ട് എന്ത് സാധനങ്ങൾ ആ കടയിൽ വിൽക്കാമോ അതെല്ലാം ചെയ്ത് ഞാൻ ഇത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചു. ഒരു സ്റ്റേജിൽ എനിക്കിതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റി. കാരണം എനിക്ക് കടങ്ങളൊക്കെ കുറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു കണ്ടീഷനിലെത്തി, ഞാൻ സക്സസ്സിലെത്തിയെന്ന് ഞാൻ തന്നെ വിചാരിച്ചൊരു സമയമായിരുന്നു അത്. എൻ്റെ കുട്ടികൾ ആ സമയമായപ്പോഴത്തേക്ക് മൂത്താൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞു, ഇളയാൾ 10 പഠിക്കുകയാണ്. മോള് പഠിക്കുന്ന അതേ സ്ഥാപനത്തിൽ ഞാൻ പഠിപ്പിക്കാൻ കയറി. വൈകുന്നേരം ഈവനിങ് ക്ലാസ്, നൈറ്റ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കും. ടീച്ചർ എന്ന് പറയുന്ന പ്രൊഫഷൻ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന സമയമാണ്. എത്ര മണിക്കൂർ പഠിപ്പിച്ചാലും എനിക്കതൊരു സന്തോഷം നൽകുന്ന ഒരു തൊഴിലായിരുന്നു. തൊഴിലും മാത്രമല്ല, എൻ്റെ ഒരു പാഷൻ എന്ന് പറയാം. ആ സമയത്ത് ഞാൻ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിനെ അടി മാറ്റി മറിച്ച സംഭവം ഉണ്ടാകുന്നത്. നേരെ എതിരെ ഒരു കാറ് വന്ന്, ഞാൻ കാറ് വളരെ ഓവർ സ്പീഡിൽ വരുന്നത് കണ്ടു. അപ്പം റോഡിൻ്റെ സൈഡിലേക്ക് ഞാൻ സ്കൂട്ടർ നിർത്തി. എൻ്റെ പുറകിൽ ഒരാളും ഉണ്ടായിരുന്നു. അത് നേരെ വന്ന് എന്നെ ഇടിക്കുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് തലയിൽ വലിയ ഇഞ്ചുറി ഉണ്ടായില്ല. പക്ഷേ എനിക്കൊരു ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെയാണ് ഞാൻ ആ സ്ഥലത്ത് എണീക്കുന്നത്. അപ്പം ആൾക്കാർ ഓടിക്കൂടിയവർ ചെയ്ത്, നാട്ടിൻപുറത്ത് ഒരുപക്ഷെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാവാം, അവരെന്നെ പിടിച്ച് ബലമായിട്ട് എണീപ്പിക്കുന്നു. എനിക്കറിയാം, ഞാൻ എക്സസൈസിൻ്റെ ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആളായതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കാലിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് എന്നറിയാം. പക്ഷെ ഞാൻ പറയുന്നുണ്ട് അവരോട്, പക്ഷേ എൻ്റെ ശബ്ദം ഉയർന്നില്ല, ഇതുപോലെ എന്നെ പിടിച്ച് നിർത്തല്ലേ എന്ന്. ആക്ച്വലി അവിടുന്ന് അവരെന്നെ രക്ഷപ്പെടുത്താനുള്ള ഇതിലാണ്, അവരുടെ കുറ്റമല്ല. കാറയിൽ പിടിച്ചിരുത്തുന്നു. അസറ്റബലം ഫ്രാക്ചർ ആയിരുന്നു. നമ്മുടെ തൈബോൺ ചെല്ലുന്ന ക്യാവിറ്റി പൊടിഞ്ഞു, അതിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് പൊടിഞ്ഞു പോയി. ശരിക്കുമായി ഇരുത്തിയത് കൊണ്ട് ആ തൈബോൺ ചെന്നിട്ട് ആ ഭാഗത്തെ മൊത്തം ഡിസ്ലൊക്കേഷനുമായി മസിൽസ് മൊത്തം ചതഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ എന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിയുമ്പം അവർക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആ സമയത്ത് എൻ്റെ മോള്, ഒരാൾ 10ൽ പഠിക്കുന്നു, ഒരാൾ എറണാകുളത്ത് ജോലി ചെയ്യുകയാണ്, ഹസ്ബൻഡ് ആ സമയത്ത് വീട്ടിലുണ്ട്. അങ്ങനെ അവിടുന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിടുന്നു. അവിടെ ചെന്ന സമയത്ത് ട്രാക്ഷൻ ഇടേണ്ടി വരുന്നു. കാരണം കാലിലൊരു 8 കിലോ വെയിറ്റോളം ഇടണം. അന്ന് രാത്രിയിൽ ഒരു ചെറിയൊരു സർജറി ചെയ്തിട്ട് കാല് പിടിച്ചിട്ടു, എന്നിട്ട് ഒരു 8 കിലോ വെയിറ്റോളം ഇടുന്നു. നമ്മൾ നല്ല സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് നടന്നു പോകുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് ഓർക്കണം. അപ്പം നമുക്ക് ഭയങ്കര റോളിങ് നടന്നു, പലരുടെയും നിന്നും നമ്മൾ തിരിച്ചു മറിക്കുന്നുണ്ടായിരിക്കും ക്യാഷ്, അങ്ങനെ പല കാര്യങ്ങൾ, ഡെയിലി ചിട്ടികളുണ്ട്, KSFE ചിട്ടിയുണ്ട്, അങ്ങനെ എല്ലാം താറുമാറാവുകയാണ് ആ സമയത്ത്. അപ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഞാൻ വീഴുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് എന്നെ പറ്റിയല്ല, എൻ്റെ പുറകിലിരുന്ന ആൾക്കൊന്നും പറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അതൊന്നും സംഭവിച്ചില്ല, ചെറിയൊരു രീതിയിലുള്ള പരിക്കേ പറ്റിയുള്ളൂ. അത് അന്നേരം എനിക്ക് വളരെ സന്തോഷം കിട്ടിയ ഒരു നിമിഷമാണ്. ഈ കാല് ഈ വെയിറ്റ് ഇട്ട് ഒരാഴ്ചയോളം ഈ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവസാനം കാലിൻ്റെ കളർ നീല കളറാവുന്നു. ഡോക്ടർ തന്നെ പറയുന്നു തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ പുറത്ത് കാണിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായി ഞാൻ ഒരുപക്ഷെ ഇതിൽ നിന്നും എണീക്കില്ലായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിനെ ഞാൻ വീണ്ടും പറഞ്ഞു പഠിപ്പിച്ചു, എനിക്ക് എണീറ്റേ പറ്റുള്ളൂ. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറുന്നു. അവിടെ വന്നതിന് ശേഷം എനിക്ക് നടന്ന ഒരു സർജറി എന്ന് പറഞ്ഞാൽ 7-8 മണിക്കൂർ എടുക്കുന്ന ഒരു സർജറിയാണ്. വളരെ ബുദ്ധിമുട്ടി. ഞാൻ തന്നെ എനിക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് ആ സമയത്ത് തന്നെ എനിക്ക് ക്ലസ്റ്റർ ഹെഡേക്ക് വീണ്ടും ഉടലെടുത്തു. ഈ സർജറിയുടെ സമയത്ത് 48 സ്റ്റിച്ചാണ്, 2 പ്ലേറ്റ്, 13 സ്ക്രൂ, അങ്ങനെയൊക്കെയുള്ള ഒരു സർജറി. അതും നമ്മൾ പ്രോൺ പൊസിഷനിലിട്ട് ചെയ്യുന്ന സർജറിയാണ്. അന്ന് രാത്രി, ശരിക്കും സർജറി നടക്കുന്ന അന്ന് രാത്രി തന്നെ പീരീഡ്സിൻ്റെ ഒരു ഇഷ്യൂ കൂടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഡോക്ടർ തന്നെ പറയുകയാണ് ഇത് മാറ്റി വെക്കണോ, ഈ ഒരു സർജറി മാറ്റി വെക്കണോ. എന്നെ സംബന്ധിച്ച് ഓൾറെഡി പീരീഡ്സിൻ്റെ ടൈമിൽ വളരെ പ്രശ്നങ്ങൾ, ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് കരഞ്ഞ രാത്രി, എന്താ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു സർജറി ചെയ്തോളൂ എന്ന് പറഞ്ഞു.
സർജറി ചെയ്തു. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. എനിക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഒരു ദിവസത്തോളം അതിൽ കിടന്നു. തിരിച്ച് വെന്റിലേറ്റർ മാറ്റുന്ന സമയത്ത് എനിക്ക് ശ്വാസം കിട്ടാതാവുന്നു, നെഞ്ചിന് വേദന എടുക്കുന്നു. അപ്പം അമ്മ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചതുകൊണ്ട് അവർക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും ഒരു ഇഷ്യൂ ആകുമെന്ന്. ആ സമയത്ത് 1-2 പേർക്ക് ഇഷ്യൂ ആയിട്ടും ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ അന്ന് എല്ലാം എനിക്ക് നമ്മൾ എന്ത് കാര്യം ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു, എനിക്ക് ഇന്ന് വരെ സംഭവിച്ചില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും. എനിക്ക് അവിടെ നിന്ന് എണീറ്റേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ചം ഒരു സത്യമാണ്. നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു അത് നമ്മളേക്ക് എത്തിക്കും. എനിക്ക് എണീറ്റ് നടക്കണമെന്ന ഒരേ പ്രാർത്ഥനയോടുകൂടി ഞാൻ ആ സമയം തരണം ചെയ്തു. ഒരു 8 ദിവസത്തോളം വീണ്ടും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസിക്കും. അങ്ങനെ ഞങ്ങൾ അടുത്ത് റെൻറ്റിന് വീടെടുത്ത് താമസിക്കുന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, വരുന്നു. അപ്പോഴും ഈ ക്ലസ്റ്റർ ഹെഡേക്ക് ഈ സമയത്ത് വീണ്ടും തിരിച്ചു വരുവാണെങ്കിൽ വീട്ടിൽ വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ കാലനക്കാൻ പാടില്ല. ഈ ക്ലസ്റ്റർ ഹെഡേക്ക് വരുന്ന സമയത്ത് ഞാൻ ശരിക്കും കാലും കൈ വിട്ട് അടിച്ചൊക്കെയാണ് കരയാറുള്ളത്. ഒരുപാട് പാടുപെട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ എണീക്കാൻ ഈ കിടപ്പിലാണ് ഞാൻ എൻ്റെ മക്കളോട് പറയുന്നു. എൻ്റെ മൂത്ത കുട്ടി ജോലി ഉപേക്ഷിച്ച് എന്നെ നോക്കാൻ വേണ്ടി നിൽക്കുന്നു. ഹസ്ബൻഡിൻ്റെ ജോലി പലപ്പോഴും പോകാൻ പറ്റുന്നില്ല. ഇളയ കുട്ടി 10ാം ക്ലാസ്സിൽ എൻ്റെ ഒപ്പം നിൽക്കുകയാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി, അതിനെ ക്ലാസ്സിന് വിടാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ വീട് ഇവിടുന്ന് ഞാൻ താമസിക്കുന്നിടത്ത് 110-120 കിലോമീറ്റർ അപ്പുറമുള്ള അവിടെയാണ് എൻ്റെ ആരുമില്ല കുട്ടിയെ നോക്കാൻ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കട്ടിലിൻ്റെ താഴെ കുട്ടി ഇരുത്തി പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉള്ളാണ് മോള് ജയിക്കുന്നത്. അതിനൊപ്പം ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ ഒരു ചാനൽ, മക്കൾ തന്നെ പറഞ്ഞു, മൂത്താൾ പറഞ്ഞു അമ്മ ഒരു ചാനൽ തുടങ്ങും, ഞങ്ങൾ സഹായിക്കണം. അങ്ങനെ 2 പേരും കൂടെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. തുടങ്ങിയിട്ട് അതിന് ശേഷം ഞാൻ ടീച്ചിങ്ങിൻ്റെ ക്ലാസ്സസാണ് ഇടുന്നത്. ഒപ്പം വാട്സപ്പിൽ ഫ്രീ ആയിട്ട് പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുന്ന ഒരു ക്ലാസ് കൂടെ തുടങ്ങുന്നു. ആ സമയം എൻ്റെ മനസ്സ് ആത്മഹത്യയിൽ നിന്ന് മാറിയത് ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് മാത്രമാണ്. ആ സമയത്ത് വീട്ടിൽ നേരത്തെ എനിക്ക് റീഡിങ് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അഷ്ടാംഗ ഹൃദയം, ചരകസം, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ഒരാളാണ്. അപ്പം ആ സമയത്ത് മോൾക്ക് ഡാൻഡ്രഫിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് വീട്ടിൽ അമ്മ കാച്ചുന്നതിൻ്റെ എണ്ണയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി എന്തൊക്കെ ചേർത്താലേ ആ ഡാൻഡ്രഫ് മാറും. അങ്ങനെ ഞാനൊരു നല്ല ഫോർമുല കണ്ടുപിടിച്ചിരുന്നു. ഹസ്ബൻഡിന് ഈ പല സ്ഥലങ്ങളിൽ പോയി വെള്ളം മാറി കുളിക്കുന്ന ഗ്രേയിങ് ഉണ്ടായിരുന്നു. അപ്പം അതിനുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തു. എനിക്ക് തലനീറിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഫോർമുല എണ്ണ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ സമയത്ത് ആ എണ്ണ വീഡിയോ കണ്ടന്റിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ഇടണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ആ എണ്ണയുടെ വീഡിയോ എടുത്തിടാന്ന് പറഞ്ഞു. അതിനടിയിൽ വന്ന കമൻസ് ആണ് എന്നെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ബിസിനസ്സിലേക്ക് എന്നെ എത്തിച്ചത്. അപ്പം നമ്മളുടെ അവസരങ്ങൾ നമ്മൾ കൃത്യമായും മുതലെടുക്കണം. എന്നെക്കൊണ്ട് ഇനി ഒന്നിനും കഴിയില്ല, ഞാൻ ഇനി ഇങ്ങനെ കിടപ്പായി പോകും, ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കാതെ ഞാൻ അന്നേരം എൻ്റെ അവസരങ്ങൾ നന്നായി മുതലെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ പല ആവശ്യങ്ങളുള്ളവരായിരുന്നു. ഒരാൾക്ക് മുടി കൊഴിച്ചില്, മറ്റൊരാൾക്ക് ഡാൻഡ്രഫ്, ഗ്രേയിങ്, ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പം നമ്മൾ ഇതിൽ 3 പേരെ തിരഞ്ഞെടുത്ത് ഈ 3 പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ഓയിൽ അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവരെ നമുക്ക് നല്ല ഫീഡ്ബാക്ക് തരുന്നു. അവരവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ്, ഒരിക്കലും ഈ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല, ഒരു ജോലിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിനിടയ്ക്ക് ഒരു ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ എനിക്ക് പറ്റാതായിപ്പോയി കാലിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട്. അപ്പം ഇവർ പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഇവരുടെ ഫ്രണ്ട്സ് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് എത്തുന്നത്. പിന്നീട് ഇവരുടെ ഓരോ ആവശ്യങ്ങൾ, ഇതിനൊപ്പം ഷാമ്പു ഉണ്ടോ, ഇതിനൊപ്പം ഹെന്നയുണ്ടോ, ഇങ്ങനെ പറഞ്ഞ് 80ഓളം പ്രൊഡക്ട്സാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. കുറച്ച് റീസെല്ലേഴ്സിന് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് സപ്ലൈ ഉണ്ട്. ക്യാപ്സൂൾസ് ഉണ്ട്, ഷാമ്പു, സോപ്പ്, ബേബി ഫുഡ്, പ്രഗ്നൻസി ലേഡീസിന് കഴിക്കാനുള്ള, പ്രഗ്നൻറ്റ് മോമിന് കഴിക്കാനുള്ള ഫുഡ്, അത് കഴിഞ്ഞ ശേഷം ആഫ്റ്റർ ഡെലിവറി ഓയിൽസ്, അങ്ങനെ ഒരു 80ഓളം പ്രൊഡക്ട്സ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഒരു ഉപജീവന മാർഗം എന്ന നിലയിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞപ്പോൾ റീസെല്ലേഴ്സ് കുറേ പേരുണ്ട്, ഹോസ്പിറ്റൽസിൽ ഇത് വിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല നിലയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞു. പൊതുവേ ഞാനിപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ വളരെ തളർന്നു പോയിട്ട് എനിക്കിനി ഒന്നും ഈ ജീവിതത്തിൽ ചെയ്യാൻ കഴിയില്ല, ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. ഞാനും ഇത് പലതവണ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ആത്മഹത്യ എന്ന് പറയുന്നത് നമുക്ക് ഒരു സെക്കൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പക്ഷെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ടാസ്ക് ഉള്ളൊരു കാര്യം. നമ്മളുടെ വരുന്ന പ്രതിസന്ധികളെ അത് വിജയകരമായി തരണം ചെയ്ത് മുന്നോട്ട് പോകണം. മുന്നിൽ വരുന്ന അവസരങ്ങൾ, അതിനെ നമ്മൾ എപ്പോഴും, അവസരങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് വയ്യ, അല്ലെ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമുക്ക് പുറത്തു പോകാൻ കഴിയില്ല എന്നൊരു ചിന്തയിലിരുന്ന് നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്ക് പേഴ്സണലി സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് വീട്ടിൽ കൊണ്ടുവിടും എന്ന് പറയുന്ന സമയത്ത് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റിയിട്ടില്ല. ബിസിനസ്സിൽ അടിക്കടി ചെയ്ത ബിസിനസ് മൊത്തം തകരാറിലായ സമയത്ത് ഞാൻ ചിന്തിക്കാം എനിക്ക് ബിസിനസ് വഴങ്ങില്ല, നിർത്താമെന്ന്. അത് നിർത്തിയിട്ടില്ല. ഈ ട്യൂഷൻ്റെ സമയത്ത് ഈ ക്ലസ്റ്റർ ഹെഡേക്ക് വന്ന സമയത്ത് ഞാൻ ചിന്തിക്കാം എനിക്കിത് വഴങ്ങുന്ന പ്രകൃതമല്ല. ഇതെല്ലാം ഞാൻ വളരെ വിജയകരമായി അവസാനം ഒരു കച്ചിത്തിരുമ്പ് കിട്ടിയാലും നമ്മളത് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയും. നമ്മളാണ് സ്ട്രോങ് ആവേണ്ടത്. നമ്മുടെ കൂടെ ഉള്ളവരെ മാറ്റിയിട്ട് നമുക്ക് ഒരിക്കലും സ്ട്രോങ് ആകാൻ കഴിയില്ല.
എന്നൊരു കാര്യമാണ് ഞാൻ ജീവിതത്തിലൂടെ പഠിച്ചിട്ടുള്ളത്. പല മീഡിയയിലും ഇന്റർവ്യൂസും മറ്റും വരുമ്പോൾ പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, എനിക്ക് ആരും സഹായിക്കാനില്ല, എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നൊക്കെ. ഞാൻ സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് വെറും വിദ്യാഭ്യാസം എന്നുള്ള രീതി മാത്രം അവരെ മുന്നോട്ട് കൊണ്ടുപോകാതെ കൈത്തൊഴിലുകൾ ചെയ്ത് പഠിപ്പിക്കുക. ചെറുപ്പത്തിലെ മുതൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രവണത നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ അവർക്ക് എന്തു പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാൻ കഴിയും. ഫിനാൻഷ്യൽ ബാലൻസ് പോലെ തന്നെ വളരെ വേണ്ട ഒന്നാണ് ഇമോഷണൽ ബാലൻസ്. നമ്മൾക്ക് വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മൾ ഇത് വലുതേന്ന് പറഞ്ഞിരിക്കാതെ അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിച്ചെടുക്കണം. ഞാൻ ചെറുപ്പത്തിലെ മുതൽ വളരെയധികം സ്വപ്നം കണ്ടിരുന്ന ഒരു വേദിയാണ് ജോസ് ടോക്ക്. പലരും വന്ന് ഇതിൽ സംസാരിക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്നു, പക്ഷെ എനിക്ക് ഒരിക്കലും ഇതിലേക്ക് വരാൻ പറ്റുന്ന ഒരാളായി മാറുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഈ വന്ന പ്രതിസന്ധികളെ എല്ലാം നേരിട്ട് ഞാനിപ്പോൾ സക്സസ്ഫുൾ ആയ സമയത്ത് എനിക്ക് ഇതിൽ വരാൻ കഴിഞ്ഞതാണ് ഞാൻ ഏറ്റവും ഭാഗ്യമായി കരുതുന്നത്. ഈ വേദിയിൽ വന്ന് സംസാരിക്കാൻ അവസരം തന്ന ജോസ് ടോക്കിന് എൻ്റെ നന്ദി. ഇംഗ്ലീഷ് പഠിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ തുടങ്ങും, എവിടെ നിന്ന് തുടങ്ങും എന്ന ചിന്തയിലാണോ നിങ്ങളും? ഇതിനായി ജോസ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ കൃത്യമായ പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസും നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ നിങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് ഇംഗ്ലീഷ് ലേണേഴ്സുമായി സംവദിച്ചുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. So, download the app today.